തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിക്കെതിരെയുള്ള ഡാഷ്മോൻ പരാമർശം മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുത്തിയെന്ന തരത്തിലുള്ള പ്രചാരണം ശക്തമാണ്. എന്നാൽ വസ്തുതകൾ പരിശോധിക്കുമ്പോൾ ഇതൊരു തിരുത്തലല്ല, മറിച്ച് അതീവ ബുദ്ധിപരമായ ഒരു രാഷ്ട്രീയ നീക്കമാണെന്ന് വ്യക്തമാകും. പത്രസമ്മേളനത്തിലെ രൂക്ഷമായ ഭാഷയിൽ നിന്ന് ഔദ്യോഗിക കത്തിലെ ഡിയർ എന്ന അഭിസംബോധനയിലേക്കുള്ള മാറ്റം കേവലം പ്രോട്ടോകോൾ മര്യാദ മാത്രമാണ്. രണ്ടാമത്തെ കാര്യം, മാത്യു കുഴൽനാടൻ ഉന്നയിച്ച പ്രളയ ദുരിതാശ്വാസ ഫണ്ടുമായി ബന്ധപ്പെട്ട ഗുരുതരമായ ആരോപണങ്ങളെ പൊതുമധ്യത്തിൽ നിന്ന് വഴിതിരിച്ചുവിടാൻ മുഖ്യമന്ത്രിക്ക് ഈ ഡാഷ്മോൻ പ്രയോഗത്തിലൂടെ സാധിച്ചു. വാർത്താമാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും ഈ പ്രയോഗത്തിന് പിന്നാലെ പോയപ്പോൾ സർക്കാരിനെ പ്രതിരോധത്തിലാക്കിയ പ്രളയ ബോംബ് ചർച്ചകളിൽ നിന്ന് അപ്രത്യക്ഷമായി. രേവന്ത് റെഡ്ഡിയുടെ നീ പോമോനെ വിജയ എന്ന വെല്ലുവിളിക്ക് പത്രസമ്മേളനത്തിൽ മുഖ്യമന്ത്രി നൽകിയ മറുപടി സ്വാഭാവികമായും രാഷ്ട്രീയ ശൈലിയിലുള്ളതായിരുന്നു. അവിടെ ഒരു പാർട്ടി നേതാവിന്റെ വീറും വാശിയും പ്രകടമായിരുന്നു. എന്നാൽ തെലങ്കാന മുഖ്യമന്ത്രിക്ക് ഔദ്യോഗികമായി കത്തെഴുതുമ്പോൾ ഭരണഘടനാ പദവിയിലിരിക്കുന്ന ഒരാൾക്ക് ഡിയർ രേവന്ത് റെഡ്ഡി എന്ന് മാത്രമേ അഭിസംബോധന ചെയ്യാൻ കഴിയൂ. ഇതിനെ തിരുത്തലായി കാണുന്നത് രാഷ്ട്രീയ വായനയിലെ പിശകാണ്. മാത്യു കുഴൽനാടൻ ഓഡിയോ പ്രളയം മനുഷ്യനിർമ്മിതമെന്ന് പറയുന്നതായിരുന്നു. ഇത് പ്രതിപക്ഷം വലിയ ആയുധമാക്കാൻ ഒരുങ്ങുന്നതിനിടയിലാണ് മുഖ്യമന്ത്രി തന്റെ വാക്ചാതുരി പുറത്തെടുത്തത്. ഡാഷ്മോൻ എന്ന പ്രയോഗം ബോധപൂർവം സൃഷ്ടിച്ച ഒരു പ്രകോപനമായിരുന്നു. അത് കൃത്യമായി ലക്ഷ്യം കാണുകയും ചെയ്തു. അങ്ങനെ പ്രളയ ബോംബ് വലിയ ചർച്ചയായില്ല, ഡാഷ്മോനെ ചർച്ചകളിൽ നിറഞ്ഞു. മുഖ്യമന്ത്രിയുടെ ഈ നീക്കത്തോടെ മാധ്യമ ചർച്ചകൾ കുഴൽനാടന്റെ ആരോപണങ്ങളിൽ നിന്ന് മാറി മുഖ്യമന്ത്രിയുടെ ഭാഷാപ്രയോഗത്തിലേക്ക് കേന്ദ്രീകരിക്കപ്പെട്ടു. രാഷ്ട്രീയ എതിരാളികൾ പോലും ഈ കെണിയിൽ വീണു. പിണറായി വിജയൻ തന്റെ ശൈലി മാറ്റിയെന്ന് വരുത്തി തീർക്കാൻ പിന്നീട് ഔദ്യോഗിക കത്ത് ഒരു ആയുധമാക്കി ഉപയോഗിച്ചു എന്നത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ കൗശലത്തെയാണ് കാണിക്കുന്നത്. ഔദ്യോഗിക കത്തിൽ കേരളം കൈവരിച്ച നേട്ടങ്ങൾ അക്കമിട്ട് നിരത്തിക്കൊണ്ടാണ് രേവന്ത് റെഡ്ഡിക്ക് പിണറായി മറുപടി നൽകിയത്. പോകും, മുന്നോട്ട് തന്നെ പോകും, നവകേരള സൃഷ്ടിയിലൂടെ എല്ലാവർക്കും മാതൃക കാട്ടി മുന്നോട്ട് തന്നെ പോകും എന്ന് അദ്ദേഹം കത്തിൽ കുറിച്ചത് ഒരു മുഖ്യമന്ത്രി എന്ന നിലയിലുള്ള കരുത്ത് പ്രകടിപ്പിക്കാനാണ്. എന്നാൽ ഈ മാന്യത പത്രസമ്മേളനത്തിലെ ആക്രോശത്തിന് വിരുദ്ധമാണെന്ന് പറയുന്നത് ശരിയല്ല. യഥാർത്ഥത്തിൽ ഒരു രാഷ്ട്രീയ പ്രതിസന്ധിയെ മറ്റൊരു വിവാദത്തിലൂടെ മറികടക്കുക എന്ന തന്ത്രമാണ് ഇവിടെ അരങ്ങേറിയത്. പ്രളയ ഫണ്ട് വിവാദം കത്തിപ്പടരുന്നതിനിടയിൽ രേവന്ത് റെഡ്ഡിയെ പോലുള്ള ഒരു ദേശീയ നേതാവിനെതിരെ ആഞ്ഞടിച്ചാൽ അത് ദേശീയ ശ്രദ്ധ നേടുമെന്നും പ്രാദേശിക വിവാദങ്ങൾ തണുക്കുമെന്നും മുഖ്യമന്ത്രിക്ക് അറിയാമായിരുന്നു. രാവിലെ പത്രസമ്മേളനത്തിൽ പറഞ്ഞ കാര്യങ്ങൾ വൈകിട്ടത്തെ കത്തിലൂടെ അദ്ദേഹം പിൻവലിച്ചിട്ടില്ല. കത്തിൽ ഒരിടത്തും താൻ നടത്തിയ പ്രയോഗത്തിൽ ഖേദിക്കുന്നതായോ അത് തെറ്റാണെന്നോ അദ്ദേഹം സൂചിപ്പിച്ചിട്ടില്ല. മര്യാദയുടെ ഭാഷ ഉപയോഗിക്കുമ്പോഴും തന്റെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്നു എന്ന സന്ദേശമാണ് കത്ത് നൽകുന്നത്. കോൺഗ്രസ് ഈ വിഷയത്തെ വലിയ വിവാദമാക്കാൻ ശ്രമിച്ചെങ്കിലും മുഖ്യമന്ത്രി തന്റെ ലക്ഷ്യം നിറവേറ്റി കഴിഞ്ഞിരുന്നു. കുഴൽനാടന്റെ ആരോപണങ്ങൾ വാർത്തകളിൽ നിന്ന് പിന്തള്ളപ്പെട്ടു. പകരം പിണറായിയുടെ കത്തും അതിലെ ഡിയർ പ്രയോഗവും ചർച്ചയായി. വിവാദങ്ങളെ മറ്റൊരു വിവാദം കൊണ്ട് നേരിടുന്ന പിണറായി ശൈലി ഇവിടെയും വിജയിച്ചു. ചുരുക്കത്തിൽ പിണറായി വിജയൻ തന്റെ വാക്കുകൾ തിരുത്തിയെന്ന പത്രവാർത്തകൾ ഉപരിപ്ലവമാണ്. അതീവ ബുദ്ധിമാനായ ഒരു ഭരണാധികാരി കൃത്യമായ പ്ലാനിങ്ങോടെ നടത്തിയ കരുനീക്കമായിരുന്നിത്. ആംഗ്യഭാഷയിലൂടെയും വാമൊഴിയിലൂടെയും രാഷ്ട്രീയ എതിരാളികളെ നിഷ്പ്രഭമാക്കുന്ന പിണറായിയുടെ മറ്റൊരു മാസ്റ്റർ ക്ലാസ് കൂടിയായിരുന്നു ഈ ഡാഷ്മോൻ ഡിയർ എപ്പിസോഡ്.